മതപരിവർത്തനം ലക്ഷ്യമാക്കുന്ന രണ്ട് മതങ്ങൾ ഇപ്പോൾ ഉണ്ട് നമ്മുടെ ചുറ്റും. ഒന്ന് ഇസ്ലാമാണ്, വേറൊന്ന് ക്രിസ്ത്യാനിറ്റിയാണ്. ഇവർ രണ്ടുപേരും രാജ്യത്ത് സംഘർഷമാണ് ഉണ്ടാക്കുക. പാവപ്പെട്ടവന് കഞ്ഞി വീഴ്ത്താൻ എന്ന് പറഞ്ഞ് കാശ് കൊണ്ടുവന്നിട്ട് പാരിഷ് കോളോണിയും അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയും. FCRA വിഷയം BJP ഗവൺമെന്റ് ഇന്ത്യ ഒട്ടാകെയുള്ള മതപരിവർത്തനത്തിന് നടക്കുന്ന ആളുകളെ അതിനെ നിഷേധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്തരം സ്വാതന്ത്ര്യത്തെ കളയുന്നു. ഈ അബോറിജിനൽസ് എന്ന് പറയുന്നവരുണ്ടല്ലോ, ആദിവാസി ജനസമൂഹം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഈ പണം ഉപയോഗിക്കരുത്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു മതം വളരെ പ്രചാരം നേടിയത് എങ്ങനെയാണ്? കോളനി വാഴ്ചയിലൂടെ. അവരുടെ കയ്യിൽ രണ്ട് അധികാരപത്രങ്ങളുണ്ടായിരുന്നു. ഒന്ന് രാജാവ് കൊടുത്ത അധികാരപത്രം, രണ്ടാമതൊരു പത്രം ഉണ്ടായിരുന്നു, അത് അവിടുത്തെ ബിഷപ്പ് കൊടുത്തിരുന്നതാണ്. ഈ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ പ്രാകൃത മതങ്ങളെ മാറ്റി ക്രിസ്തുമതം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ആ ഒന്നും പ്രതീക്ഷിക്കാതെ ലോകത്തെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ഒന്നുകിൽ ഒരു മിലിറ്ററി ആക്ഷനാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്ഷനാണ്. അത് ഒരിക്കലും ദൈവത്തിൻ്റെ പേരിൽ ചെയ്യാൻ പാടില്ല. ഒന്ന് മഹാത്മാഗാന്ധി, രണ്ട് ശ്രീനാരായണ ഗുരുദേവ്, മൂന്ന് അയ്യങ്കാളി. ഇവർ മൂന്ന് പേരും മതപരിവർത്തനത്തെ നിശ്ചിതമായി വിമർശിച്ചിരുന്നവരും എതിർത്തിരുന്നവരുമാണ്. മഹാത്മാഗാന്ധിയെ മതം മാറ്റാൻ വേണ്ടി ഒരു പാതിരി ചെന്നു. അങ്ങേക്ക് എല്ലാ മഹത്വവും ഉണ്ട്, പക്ഷേ സ്വർഗത്തിൽ അങ്ങ് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങ് ക്രിസ്ത്യാനി ആകണമെന്ന് പറഞ്ഞു. ഗാന്ധി ചിരിച്ചു. ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു തെറ്റായ സങ്കല്പമാണ്. അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിലൂടെ മാത്രമേ മനുഷ്യന് നന്നാകാൻ അവസരമുള്ളൂ എന്നുള്ളതാണ്. മറ്റു മതങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കും അത് തന്നെ പറയാൻ. നമ്മൾ രണ്ടുപേരും ഇത് പറഞ്ഞാൽ എന്തായിരിക്കും? സംഘർഷം. നമസ്കാരം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ, FCRA വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ എത്തിയിട്ടുള്ളത് പ്രശസ്ത ഗ്രന്ഥകാരനും PSC ചെയർമാനും മുൻ വൈസ് ചാൻസലറുമെല്ലാമായ ശ്രീ രാധാകൃഷ്ണൻ സാറാണ്. രാധാകൃഷ്ണൻ സാറിനോട് FCRA വിഷയം ഇന്നിപ്പോൾ വളരെ വിഷയമായിട്ടിരിക്കുകയാണ്. അത് BJP ഗവൺമെൻറ് സംസ്ഥാനത്ത് ഇന്ത്യ ഒട്ടാകെയുള്ള മതപരിവർത്തനത്തിന് നടക്കുന്ന ആളുകളെ അതിനെ നിഷേധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്തരം സ്വാതന്ത്ര്യത്തെ കളയുന്നു, അതല്ലെങ്കിൽ അവരുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കാര്യമായി കേൾക്കുന്നുണ്ട്. ഈ FCRA നിയമം എന്താണ്? അത് അത്തരത്തിലുള്ള ദുരുപയോഗിക്കുന്നുണ്ടോ? ഇവിടെ മതപരിവർത്തനത്തെ നിയന്ത്രിക്കുവാനായിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത്? ഇതാണ് പൊതുവെയുള്ള ഒരു ആരോപണം. സാറിനെ കൂടെ അല്ല, FCRA നിയമം വന്നിരിക്കുന്നത് മതപരിവർത്തനത്തെ നിയന്ത്രിക്കാനല്ല. ഫോറിൻ കോൺട്രിബ്യൂഷൻ വരുന്നത് അതിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരു ഭാഗം മാത്രമാണ് മതവുമായി ബന്ധപ്പെട്ട്, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിൽ ചോദ്യം, ഈ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പണം കൊണ്ടുവരാൻ പറ്റില്ല, മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അത് ഇതിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ അത്? അല്ലല്ല, അതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മതപരിവർത്തനത്തിന് എന്ന് പറഞ്ഞ് പണം കിട്ടുമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. പക്ഷേ നിങ്ങൾ എന്ത് ആവശ്യത്തിനാണോ പണം കൊണ്ടുവരുന്നത് ആ ആവശ്യത്തിന് അത് ചെലവാക്കാൻ പാടുള്ളൂ. അതാണ് ഈ നിയമം. അത് വിദേശത്ത് നിന്ന് ഹോസ്പിറ്റലിൽ നിങ്ങൾ എന്ത് ആവശ്യത്തിന് കൊണ്ടുവന്നുള്ളൂ. അതിൻ്റെ 100 ചില്ലാൻ ആവശ്യങ്ങളുണ്ടല്ലോ. അതെ അതെ, ആ 100 ചില്ലാൻ മുഴുവൻ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ അതിനൊക്കെ പറഞ്ഞു കൊണ്ടുവന്നുള്ളൂ. പക്ഷേ ആ ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്വാഭാവികം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. അതായത് പാവപ്പെട്ടവന് കഞ്ഞി വീഴ്ത്താൻ എന്ന് പറഞ്ഞ് കാശ് കൊണ്ടുവന്നിട്ട് പാരിഷ് കോളോണിയും അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയും. അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, നിങ്ങൾ ഏത് NGO എന്തായാലും ശരിയാണ്, ഈ അബോറിജിനൽസ് എന്ന് പറയുന്നവരുണ്ടല്ലോ, ആദിവാസി ജനസമൂഹം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഈ പണം ഉപയോഗിക്കരുത്. അതും ഈ ലോയിലുണ്ട്, ഉപയോഗിക്കരുത്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് സംസാരിക്കാനുള്ള വിഷയം സത്യത്തിൽ ഇതല്ല. പിന്നെ എനിക്ക് മതപരിവർത്തനം എന്ന സങ്കല്പം തന്നെയാണ് എൻ്റെ വിഷയം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദരിക്കുന്ന ഒരു 3 പേരുടെ പേര് പറയാം. ഒന്ന് മഹാത്മാഗാന്ധി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമയം അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാൻ. 2 ശ്രീനാരായണ ഗുരുദേവ്, സ്വാഭാവികം. 3 അയ്യങ്കാളി. ഇവർ 3 പേരും മതപരിവർത്തനത്തെ നിശ്ചിതമായി വിമർശിച്ചിരുന്നവരും എതിർത്തിരുന്നവരുമാണ്.
ഓ, ഈ ഗുരുദേവനും അയ്യങ്കാളിയൊക്കെ മഹാത്മാ മതപരിവർത്തനം ശരിയല്ല എന്ന് പറഞ്ഞിരുന്നവരാണ്. മഹാത്മാഗാന്ധി വേറൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 1 മണിക്കൂർ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മതപരിവർത്തനം നിരോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അധികാരം 1 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ അത് നിരോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തെ തൊട്ടേ ഇത്ര ഒരു അല്ല, മഹാത്മാഗാന്ധിയെ മതം മാറ്റാൻ വേണ്ടി ഒരു പാതിരി ചെന്നു. എന്നിട്ട് പറഞ്ഞ്, അങ്ങേക്ക് എല്ലാ മഹത്വവും ഉണ്ട്, പക്ഷേ സ്വർഗത്തിൽ അങ്ങ് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങ് ക്രിസ്ത്യാനി ആകണമെന്ന് പറഞ്ഞു. ഗാന്ധി ചിരിച്ചു. അതായത് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു തെറ്റായ സങ്കല്പമാണ്. അതിന് ആത്മീയതയുമായി ഒരു ബന്ധവുമില്ല. ശ്രീനാരായണ ഗുരുദേവനെ ഞാൻ കോട്ട് ചെയ്യാം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഏത് മതത്തിലും മനുഷ്യന് നന്നാകാനുള്ള മാർഗമുണ്ട്. ആ മാർഗം സ്വീകരിച്ച് മനുഷ്യൻ നന്നാകണം എന്നുള്ളതാണ്. പക്ഷേ മതപരിവർത്തനത്തിന് വേണ്ടി നിൽക്കുന്നവർ പറയുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിലൂടെ മാത്രമേ മനുഷ്യന് നന്നാകാൻ അവസരമുള്ളൂ എന്നുള്ളതാണ്. അത് ശരിക്കും മറ്റു മതങ്ങൾ ശരിയല്ല എന്നുള്ളൊരു അല്ല, മറ്റു മതങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം മതനിരപേക്ഷവാദവും അല്ല, ഇത് അല്ല, അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നം വരുന്നത്, നീ പറയുന്നു, ശിവന് പറയാം എൻ്റെ മതമാണ് സർവോത്കൃഷ്ടം, ബാക്കി മതങ്ങളൊക്കെ അപകൃഷ്ടങ്ങളാണ്. എനിക്കും അത് തന്നെ പറയാമല്ലോ. അതെ, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ രണ്ടുപേരും ഇത് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സംഘർഷമാണ്. അത് മതത്തിൻ്റെ ലക്ഷ്യം സമന്വയമാണ്, സംഘർഷമല്ല എങ്കിൽ മതപരിവർത്തനം പാടില്ല. അതെ, ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. എക്സലന്റ്, വളരെ കറക്റ്റ്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഈ മതപരിവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ 2 മതങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കണം. അതെ, ഇല്ലേ? അതെ. ഇപ്പോഴിവിടെ നടന്നിരിക്കുന്ന ഈ മതപരിവർത്തനങ്ങൾ, ഈ പാവങ്ങൾ ഈ മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ചിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് മറുപടി പറയാം. ഒരു സ്വന്തം മതം തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല. പിന്നെ വേറൊരെണ്ണം എങ്ങനെയാണ്? ഇനി മതങ്ങളെ താരതമ്യം ചെയ്തതിന് ശേഷം അതിനേക്കാൾ നല്ലതാണ് ഇത് എന്നുള്ളത് ഒരു ഏകപക്ഷീയമായ പ്രസ്താവനയാണ്, എല്ലാവരും അംഗീകരിച്ച പ്രസ്താവന അല്ല അല്ല. അത് സംഘർഷത്തിന് വഴിതെളിക്കുന്നു, ഉറപ്പായിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, മതത്തിൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ആത്മീയതയാണ്. ഈ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുറേ പ്രമാണിമാർക്ക് നടപ്പിലാക്കാനുള്ളതൊന്നുമല്ല. ആത്മീയത എന്താണ് എന്നുള്ള കാര്യം ഞാൻ യേശുദേവനെ തന്നെ കോട്ട് ചെയ്യാം. ഞാൻ വളരെ കാര്യമായി വായിച്ച് പഠിച്ചിട്ടുള്ളതാണത്. സാറ് പലയിടത്തും ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലേ? പിന്നെ സെമിനാരികളിലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് അച്ഛന്മാർ എനിക്ക് ശിഷ്യന്മാരുമായിട്ടുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ദാഹിച്ചു, നീ വെള്ളം തന്നില്ല. എനിക്ക് വിശന്നു, നീ ആഹാരം തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ശുശ്രൂഷിച്ചില്ല. ഞാൻ ഏകാഗിയായിരുന്നു, നീ എന്നെ സമാശ്വസിപ്പിച്ചില്ല. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, പിന്നെ എപ്പോഴാണ് ഈ വിശക്കുന്നവനും ദാഹിക്കുന്നവനും കാരാഗൃഹവാസിയും ഏകാഗിയും ഒക്കെ ആയിട്ട് അങ്ങ് കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ കണ്ടുമുട്ടിയ അത്തരക്കാരെല്ലാം ഞാൻ തന്നെയാണെന്നാണ്. അപ്പോൾ എന്താണ് ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാഹിക്കുന്നവൻ്റെ മുന്നിൽ കുടിനീരായി തീരുന്ന ജീവിതം, വിശക്കുന്നവന് അപ്പമായി തീരുന്ന ജീവിതം, രോഗിക്ക് ശുശ്രൂഷയായി തീരുന്ന ജീവിതം, ഏകാകിക്ക് ചങ്ങാത്തമായി തീരുന്ന ജീവിതം, കാരാഗൃഹവാസിക്ക് സമാശ്വാസമായി തീരുന്ന ജീവിതം. അവർ ക്രിസ്ത്യാനിയാകണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ആണ് ആത്മീയത. ഈ ആത്മീയതയ്ക്ക് മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, വർണ്ണവ്യത്യാസമില്ല. അപ്പോൾ ഇത് പ്രയോഗിക്കാൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് അവനെ ക്രിസ്ത്യാനിയാക്കേണ്ടതുണ്ടോ?
എന്തിനാ ആക്കുന്നത്? ക്രിസ്ത്യാനി ആക്കിയില്ലെങ്കിൽ ഒന്നുകിൽ യേശുദേവൻ പറഞ്ഞത് ശരി, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ശരി. രണ്ടുപേരും പറയുന്നത് ഒരുമിച്ച് ശരിയാവില്ല, സാധ്യതയില്ല. ഞാൻ ആ കാര്യത്തിൽ യേശുദേവനെയാണ് വിശ്വസിക്കുന്നത്, ഇവരെയല്ല. കാരണം പിന്നെ യേശുദേവൻ പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കാൻ, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ 2 ശത്രുക്കളെ ഉണ്ടാക്കി ഉച്ചക്ക് വരെ സ്നേഹിക്കുക എന്നല്ല. ശത്രുമിത്ര ഭാവങ്ങൾക്ക് അതീതമായ സ്നേഹമാണ്. അവിടെ സ്നേഹം പോലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഇല്ല. ആ നിരുപമമായ ഗിവിങ് ലവ് എന്ന് പറഞ്ഞാൽ ഗാപ്പ എന്നൊക്കെ ഉള്ള സങ്കല്പത്തിൽ വരുന്ന ഗിവിങ് ലവ് ആണ്. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ലോകത്തെ സ്നേഹിക്കണം. ആ ഒന്നും പ്രതീക്ഷിക്കാതെ ലോകത്തെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. മതം പോലും ഇല്ല അവിടെ. പക്ഷേ മതം മാറ്റം ഇല്ലല്ലോ. അപ്പം ഇതൊരു ആത്മീയമായ ഒരു ആവശ്യമില്ല. പിന്നെ മതം മാറ്റം എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് അടുത്ത ചോദ്യം. മതം മാറ്റം രാഷ്ട്രീയ ആവശ്യമാണ്. ഞാൻ വിശദമാക്കാം അത്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, നോട്ട് എ റിലീജിയസ് ഓർ സ്പിരിച്വൽ ആക്ടിവിറ്റി. അതെങ്ങനെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആണ്? അതായത് എന്തിനാണ് ഇവരെ എണ്ണം കൂട്ടുന്നത്? മേ ബി അവരുടെ ഈ പറയുന്ന സാറ് പലപ്പോഴും സൂചിച്ചിട്ടുള്ള ഇപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന നല്ല സ്വാധീനങ്ങൾ കിട്ടുവാനോ അങ്ങനെ. അല്ല, എന്തിനാണ് ഇവരുടെ എണ്ണം കൂട്ടുന്നത്? എൻ്റെ മതത്തിൽ ഇവരുടെ എണ്ണം കൂട്ടിയിട്ട് എന്താ കാര്യം? ഒന്ന് ഞാൻ ഒരു മനസ്സിലാക്കുന്നത് മറ്റുള്ളവരൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം. മറ്റുള്ളവരൊക്കെ സ്വർഗത്തിൽ അവർ പോകുന്നുണ്ടല്ലോ, ഇതൊക്കെ ചെയ്താൽ മതിയല്ലോ. അല്ലാണ്ട് അവിടെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സ്വർഗരാജ്യം നിന്നിൽ തന്നെ എന്നാ പറഞ്ഞേക്കണേ യേശുദേവൻ. അതെ. അല്ല, അവിടെയല്ല. സ്വർഗരാജ്യം നിന്നിൽ തന്നെ. നിന്നിൽ സ്വർഗരാജ്യം ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ ലോകത്ത് എവിടെ സ്വർഗരാജ്യം കിട്ടും? നിന്നിലില്ലാത്തതൊന്നും നിനക്ക് ഒരിടത്തുനിന്നും കിട്ടാനും പോകുന്നില്ല. അത് വെറും സിമ്പിൾ യുക്തിയല്ലേ. അപ്പോൾ യേശുദേവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ഇവർ പറയുന്നത് അത് ഞാൻ കാര്യമാക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇനി പറഞ്ഞ് നിങ്ങൾ ഈ ക്രിസ്തുമതത്തിൻ്റെ ആഗമനം അന്വേഷിച്ച് നോക്കി. ഇവിടെ നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് 52 AD 52 സെൻറ്റ് തോമസ് വന്നു. അതിന് വലിയ തെളിവൊന്നുമില്ല, ചരിത്രത്തിൽ ഒരു വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ക്രിസ്തു മതം വളരെ പ്രചാരം നേടിയത് എങ്ങനെയാണ്? കോളനി വാഴ്ചയിലൂടെയാണ്. അതെ, അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ എഴുതുന്നു. അങ്ങനെ ഈ കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച നാവികർക്ക് അവരുടെ കയ്യിൽ 2 അധികാരപത്രങ്ങളുണ്ടായിരുന്നു. ഒന്ന് രാജാവ് കൊടുത്ത അധികാരപത്രം. അതെന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ കീഴടക്കാനായിട്ട് നിങ്ങൾ ചെല്ലുന്ന സ്ഥലം നിങ്ങൾക്ക് അധീനമാക്കാനായിട്ട് നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. പോർച്ചുഗലിലെ രാജാവ് കൊടുത്തു, സ്പെയിനിലെ രാജാവ് കൊടുത്തു, ഫ്രാൻസിലെ രാജാവ് കൊടുത്തു, ഇംഗ്ലണ്ടിലെ രാജാവ് കൊടുത്തു, ഇറ്റലിയിലെ രാജാവ് കൊടുത്തു എന്ന് എനിക്കറിയില്ല. ഇതുവരെ കേട്ടിട്ടില്ല. നാവികപ്പട ഇല്ല അവർക്കധികം. നാവികപ്പടയും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എന്താണ്ട് ഇതില്ല, അവർക്ക് വേണ്ടത്ര കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അലക്സാണ്ടർക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏത് അലക്സാണ്ടർ? അതിനൊക്കെ മുമ്പല്ലേ. അത് ഇദ്ദേഹം ഇല്ല. ഇനി രണ്ടാമതൊരു പത്രം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു അറിയാമോ? അധികാരപത്രം. അത് അവിടുത്തെ ബിഷപ്പ് കൊടുത്തിരുന്നതാണ്. അതെന്തിനാ? ഈ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ പ്രാകൃത മതങ്ങളെ മാറ്റി ഏറ്റവും പരിഷ്കൃതവും ശാസ്ത്രീയവുമായ ക്രിസ്തുമതം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. സോ കൺവെർഷൻ അവരുടെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യം കീഴടക്കി ആ രാജ്യത്തെ മുഴുവൻ ഒരേ മതത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ആ ഒറ്റ മതത്തിൻ്റെ രീതിയിലേക്ക് ഈ രാജ്യത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് അവർ വലിയ രീതിയിൽ വിജയിച്ചിട്ടുള്ളത്. അതിപ്പോൾ ആഫ്രിക്കയിലടക്കം അമേരിക്കയിൽ അങ്ങനെയല്ലേ? മുഴുവൻ പോയി. അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ വിജയിച്ചു. അതിന് വിജയം ശതമാനം കുറഞ്ഞിട്ടുള്ളത് ഏഷ്യയിലാണ്. ഏഷ്യയിൽ ഇന്ത്യയിലുമാണ്. ഇന്ത്യയിൽ, ചൈനയിലും. ചൈനയിലേക്ക് ജാപ്പനീസ് ഇൻവേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ചൈനയിലേക്ക് ഇവർ പോയിട്ടുണ്ടല്ലോ. അതെന്നെ. ചൈനയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പൊതുവേ ഇത് നടക്കും. ശരിയാ, ശ്രീലങ്കയിലും വലിയ കാര്യമായിട്ട് വിജയിച്ചിട്ടില്ല. നടക്കാത്തത് അവിടെയാണ്. ബാക്കി ആഫ്രിക്കയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും
ഒക്കെ ഇത് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ ജീവിതത്തെയും എല്ലാം തുടച്ചു മാറ്റിയിട്ട് ഏകശിലാരൂപത്തിലുള്ളൊരു വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അതെന്തിനായിരുന്നു? അത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്. അത് തന്നെ ഈ പറയുന്ന ഈ ഗൾഫ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും അന്ന് ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അതെ, ഇസ്ലാമിന്റെ അധിനിവേശത്തിൽ രണ്ടും ഒരേ സ്വഭാവത്തിൽ വന്നാണ്. അതുകൊണ്ടാണ് കുരിശുയുദ്ധം ഉണ്ടായത്. അതെ അതെ അതെ, കുരിശുയുദ്ധം സ്വാഭാവികമായിട്ട് സംഭവിച്ചത് ഇതുകൊണ്ടാണ് സംഭവിച്ചത്. രണ്ടും ഒരേ സ്വഭാവത്തിൽ വന്നപ്പോൾ സംഭവിച്ചാണ്. അതിൽ കുട്ടികളുടെ പടം പോലും ഉണ്ടായിരുന്നു അല്ലേ? 14 വയസ്സിന് താഴെയുള്ള ഉണ്ടായിരുന്നു കുരിശുയുദ്ധകാലത്ത്. ഇത് കാരണം ഇത് പടയാളികളില്ല. അല്ല, കുരിശുയുദ്ധത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പോപ്പ് അദ്ദേഹം വേറൊരു കാര്യം കൂടി കൊടുത്തിരുന്നു. ഈ കുരിശുയുദ്ധത്തിൽ പോയിട്ട് നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അതിൽ പങ്കെടുക്കുന്നവർക്ക് പാപവിമോചനത്തിലുള്ള അധികാരം കൂടി കൊടുത്തിരുന്നു. ഇറ്റ്സ് എ റിലീജിയസ് ആക്ടിവിറ്റി. അത് ഇവർക്ക് കൊടുത്തിരുന്നു. വാറിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നവർക്ക് അവർ പാപം വിമോചിപ്പിക്കുകയും കൂടി ചെയ്യും. എന്നാലോചിച്ച് നോക്ക്. അത് പോയിക്കോട്ടെ, അത് പിന്നെ അവരുടെ അതെന്തെങ്കിലും ആയിട്ട് അതങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് ചരിത്രപരമായി മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്. അതൊരു റിലീജിയസ് ആക്ടിവിറ്റി അല്ല, അത് സ്പിരിച്വൽ ആക്ടിവിറ്റി അല്ല, അതൊരു സോഷ്യൽ ആക്ടിവിറ്റി അല്ല, അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്. അത് രാജ്യത്ത് സംഘർഷമാണ് ഉണ്ടാക്കുക. ആ സംഘർഷം ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് വിദേശ ഫണ്ടുണ്ട്. വിദേശ ഫണ്ടുകൊണ്ടല്ല, സ്വദേശി ഫണ്ടുകൊണ്ട്. ഞാൻ പറയുന്നത് ഈ ഫണ്ട് വാങ്ങി നടത്തുന്ന സംഗതിയല്ല. മതപരിവർത്തനം ഒരു മതത്തിൻ്റെയും ലക്ഷ്യമായി കൂടാ. ഒരു മതത്തിൻ്റെയും ലക്ഷ്യം മതപരിവർത്തനമാകാൻ പാടില്ല. അത് മതപരിവർത്തനം അത് ഒരു ആത്മീയ പ്രവൃത്തിയല്ല, അത് മതപരമായ, അതൊരു രാഷ്ട്രീയ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഒരു സൈനിക പ്രവൃത്തിയാണ്. It is either a political action or a military action, not a spiritual action. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു സംഘടന, ഇവാഞ്ചലൈസേഷൻ വരുന്നത് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി അല്ല, അങ്ങനത്തെ ഒരു ആർമി എന്ന് പറഞ്ഞ അങ്ങനത്തെ ഓർഗനൈസേഷൻ സാൽവേഷൻ ആർമിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ പോയിട്ട് യേശുദേവന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. They themselves call as an army. Yes, they themselves called it as an army. We are the people and we are the army. We are fighting for the Jesus and we are the soldiers of Christ. അത് ക്രിസ്തുവിൻ്റെ പടയാളികൾ എന്നാണ് അവരറിയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ പടയാളികൾ. ക്രിസ്തു പറഞ്ഞത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി വാളുന്ന സമയത്താണ് പറഞ്ഞത്. ഓരിയ വാൾ ഉറയിലിടു, വാളെടുത്തവൻ വാളാൽ. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാറില്ല, എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ വാൾ ഊരിയ സമയത്ത് നിൻ്റെ അടുത്ത് പറയണ് അത് അവിടെ ഇട്. ഇത് കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്നും പീഡനത്തിന് ഇരയാക്കപ്പെടുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്, അല്ലാണ്ട് അറിയാതെ അല്ല. അപ്പം അങ്ങനെയുള്ള ഒരിതിൻ്റെ പേരിൽ ഒരു മതപരിവർത്തനം നടത്തുക അത് എന്തിൻ്റെ പേരിലായാലും തെറ്റായൊരു കാര്യമാണ്. അത് മതപരമായൊരു കാര്യമല്ല. ആത്യന്തികമായിട്ടൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവന് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. അവന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എപ്പോഴും ഒരു സ്വകാര്യ പരിപാടി കൂടിയാണ്. അല്ലാണ്ട് ഇത് ഇങ്ങനെ മൈക്ക് വെച്ച് ആളെ കേൾപ്പിച്ച് നടത്തേണ്ട ഒന്നല്ലല്ലോ. അത് നമുക്ക് പാട്ട് പാടാം, ഭജന പാടാം, അങ്ങനെ അതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. സാർ, അപ്പോൾ ഒരു കോൺട്രവേഴ്സ്യൽ ചോദ്യം വെച്ചാൽ, അപ്പോൾ അത്തരത്തിൽ ഈ ഒരു വ്യക്തിക്ക് തൻ്റെ മതം അല്ലെങ്കിൽ മറ്റു മതത്തിൽ ആകർഷണമായി അങ്ങോട്ട് മാറുന്നതിൽ കുഴപ്പമില്ല എന്നാണോ സാർ? അല്ല, ഒരു വ്യക്തി എന്തിനാണ് മാറുന്നത്? ആ വ്യക്തി ഈ മതത്തെയും പഠിച്ചിട്ടില്ല. അതിൽ ഏറ്റവും രസകരമായൊരു കാര്യമുണ്ട്. ഞാനത് എഴുതിയത് എപ്പോഴാണെന്ന് വെച്ചാൽ മാധവിക്കുട്ടി മതം മാറിക്കഴിഞ്ഞപ്പോഴാണ്. മാതൃഭൂമിയിൽ നിന്ന് അന്ന് മധു ആയിരുന്നു ഡെപ്യൂട്ടി എഡിറ്റർ. അപ്പം മധു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ മാധവിക്കുട്ടി മതം മാറിയിട്ടുള്ളൊരു പ്രതികരണം. ഞാൻ പറഞ്ഞു തരാം, ഒരു പത്രാതിക്കുള്ള കത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ മഹാത്മാഗാന്ധിയുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് ഗാന്ധിയെ കാണാൻ വരുന്ന രംഗമാണ്. അദ്ദേഹം എന്താണ് മുഹമ്മദ് എന്തോ ഒരു പേര് സ്വീകരിച്ചിട്ട് വരെയാണ്. അപ്പോൾ ഗാന്ധി തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നു. ആ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവൻ വരുന്നത്. നല്ല നാടകമാണത്.
റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ മതം മാറി ഇസ്ലാമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധി ചിരിച്ചുകൊണ്ട് പറയുന്നതാണ്, ഇതപര്യന്തമുള്ള ജീവിതം കൊണ്ട് ഒരു വിശുദ്ധ മതത്തെ അങ്ങ് ആവോളം അധിക്ഷേപിച്ച് കഴിഞ്ഞു, ഇനി മറ്റൊരു മതത്തെ കൂടി അങ്ങനെ ചെയ്യണോ എന്നാലോചിക്കാൻ. ഇതാണ് ഈ മതം മാറ്റത്തെക്കുറിച്ച് എനിക്കും പറയാനുള്ളത്. കാരണം ഈ മതമല്ല അപ്പുറത്തെ മതമാണ് നല്ലത് എന്ന് പറയുന്നത് കച്ചവടത്തിൻ്റെ ഭാഷയാണ്. കച്ചവടത്തിൻ്റെ ഭാഷയാണ്, ആത്മാവിൻ്റെ ആത്മീയതയുടെ ഭാഷയല്ല. യേശുദേവനെ വിശ്വസിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകേണ്ട കാര്യമില്ല. ഗാന്ധി പറഞ്ഞു, യേശുദേവൻ എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ കാല് കഴുകുന്നത് കണ്ണീര് കൊണ്ടായിരിക്കില്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിയാകണമെന്നുണ്ടോ? ഞാൻ യേശുദേവൻ്റെ വിനീതനായ ആരാധകനാണ്. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി ക്രിസ്ത്യാനിയാകേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഞാൻ എന്തിനാണ് ചെയ്യേണ്ട കാര്യം? എനിക്കെന്ത് കാര്യമുണ്ട് അതുകൊണ്ട്? അപ്പോൾ നിങ്ങൾ മതം മാറ്റം എന്ന് പറയുന്നത് തന്നെ അവനവൻ്റെ മതത്തെ ശരിയായി മനസ്സിലാക്കായിക കൊണ്ടാണ്. ഇതിനെ പറഞ്ഞിരിക്കുന്ന മതപരിവർത്തന രസവാദം എന്ന് പറഞ്ഞൊരു പ്രബന്ധം കുമാരനാശാൻ മതപരിവർത്തന രസവാദം. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുക, അദ്ദേഹത്തിൻ്റെ അനുവാദവും സമ്മതവും വാങ്ങി നിർദ്ദേശം അനുസരിച്ച് എഴുതിയതാണ് മതപരിവർത്തന രസം. അപ്പോൾ അതൊക്കെ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കാലം, പ്രായം അത്ര ഓർമ്മയില്ല. നോക്കി 24 വയസ്സിൽ മറ്റേത് എഴുതി എന്ന് പറഞ്ഞാൽ അപ്പം മതപരിവർത്തന രസവാദം നല്ല ഒന്നാന്തരം പ്രബന്ധം. അതിൽ അദ്ദേഹം ഈ ആർഗ്യുമെൻറ്റ്സ് മുഴുവൻ പറയുന്നുണ്ട്. കാരണം ഒരു മതത്തെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ജീവിച്ചാൽ പോരെ. പിന്നെ ഇതല്ല മറ്റതാണ് നല്ലതെന്ന് പറഞ്ഞാൽ എളുപ്പമാർഗം തേടുകയാണ് അതിനകത്ത്. മതത്തിൽ മതത്തിൻ്റെ ആത്മീയതയിൽ എളുപ്പമാർഗങ്ങളില്ല, എളുപ്പമാർഗങ്ങളേ ഇല്ല. അത് കഠിനമാണ്. ക്ഷുരസ്യധാര എന്ന് ഈ വാൾത്തലമേൽ കൂടി സഞ്ചരിക്കുന്നത് പോലെ എന്ന് കഠോപനിഷത്തിൽ പറയുന്നത് അത് ഇതിൻ്റെ പേരിലാണ്. കാരണം അത്ര പ്രയാസപ്പെട്ടതാണ്. ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾക്കൊക്കെ മഹാഭാഗ്യം ചെയ്തവരാണ്. കാരണം അവർ ചെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ശമ്പളം ഇരട്ടി കിട്ടും. ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ ഒരിടത്ത് പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു കക്ഷി സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് അവിടെ പ്രസംഗിക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ശമ്പളം 30,000 രൂപയായിരുന്നു. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടുത്ത മാസം അത് 50,000 ആയി. ഹല്ലേലൂയ പ്രൈസ് ദ റോഡ് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നടുങ്ങിപ്പോയി. കാരണം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരായിരുന്നു? യേശുദേവനായിരുന്നു. യേശുദേവന് തലയിൽ ചൂടാൻ മുൾക്കിരീടം, കുടിക്കാൻ കയ്പ് നീര്, ചുമക്കാൻ സ്വന്തം ഭാരത്തേക്കാൾ ഇരട്ടി തൂക്കമുള്ള മരക്കുരിശ്, നടക്കാൻ നിമ്നോന്നതമായ വഴികൾ. യേശുദേവനോട് ഈ കാരുണ്യം കാണിക്കാത്ത ദൈവം എങ്ങനെയാണ് എന്നോട് കാരുണ്യം കാണിക്കുക? ചോദ്യമില്ലേ? ഈ ചോദ്യമില്ലേ? പിന്നെ അപ്പോൾ എന്ത് എളുപ്പത്തിൽ പോയിട്ട് ഇത് ചോദിക്കുന്നതിൽ കൂടുതൽ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സൗന്ദര്യലഹരിയിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. ദേവിയോട് ചോദിച്ചാൽ അതിൽ കൂടുതൽ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ധരിച്ചേക്കണത് 2000 ചോദിച്ചു കഴിഞ്ഞാൽ 5000 തരുമെന്നാണ്. അങ്ങനെയല്ല. സർവാർത്ഥസിദ്ധ എന്ന് പറയുന്നുണ്ട്. അതിൽ പുരുഷാർത്ഥങ്ങൾ 4 കൊടുക്കുമെന്നാണ് പറയുന്നത്. എല്ലാ അർത്ഥങ്ങളും സിദ്ധിച്ചു തരുന്നവളാണ്. പുരുഷാർത്ഥങ്ങൾ 4 കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മതപരിവർത്തനത്തെക്കുറിച്ച്, മതപരിവർത്തനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മതങ്ങൾ അത് ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം. ആ ശ്രമം ആത്മീയതയുമായി ബന്ധമില്ല, അവരുടെ മതത്തിൻ്റെ സാരാംശവുമായി ബന്ധമില്ല. അത് ഒന്നുകിൽ ഒരു മിലിറ്ററി ആക്ഷനാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്ഷനാണ്. അത് ഒരിക്കലും ദൈവത്തിൻ്റെ പേരിൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മതപരിവർത്തനം ലക്ഷ്യമാക്കുന്ന 2 മതങ്ങളിപ്പോൾ ഉണ്ട് നമ്മൾക്ക് ചുറ്റുമായിട്ട് ജീവിക്കുന്നവരിൽ. ഒന്ന് ഇസ്ലാമാണ്, വേറൊന്ന് ക്രിസ്ത്യാനിറ്റിയാണ്. ഇവർ 2 പേരും ഈ കാര്യത്തിൽ ഒരു പുനർചിന്തനം നടത്തി മതപരിവർത്തനം അപരിഷ്കൃതമായ
ഒരു പ്രവൃത്തിയാണ് എന്നുള്ള കാര്യം അംഗീകരിക്കണം. പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചൊരു പ്രവൃത്തി അല്ല അത് അംഗീകരിക്കണം. എങ്ങനെയാണ് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച പ്രവൃത്തിയാവുന്നത്? അപ്പോൾ അതുകൊണ്ട് മതപരിവർത്തനം എന്നത് അത് നിർബന്ധിതമായാലും അല്ലാത്തതായാലും അത് ആവശ്യമില്ലാത്തതാണ് എന്ന് കണ്ടെത്തി പറയാനുള്ള വിവേകം ഈ മതങ്ങൾ പാലിക്കണം, കാണിക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള കാര്യം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന FCRA നിയമവും അതിൻ്റെ ഭാഗമായി ഇന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വരുന്ന മതപരിവർത്തനമാണ് ഇത്തരം FCRA നിയമങ്ങളെ വളരെ ശക്തമായ രീതിയിൽ കേന്ദ്ര സർക്കാർ അത് ഉപയോഗിക്കുന്നത് എന്ന വാദത്തിനും, എങ്ങനെയാണ് മതപരിവർത്തനം ഒരു ആത്മീയമായ പണിയല്ലാതെ, വർക്കല്ലാതെ അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ മിലിറ്ററി ആക്ടിവിറ്റിയോ ആയി മാറുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഭാഷയിലുള്ള ഉദാഹരണമാണ് ശ്രീ രാധാകൃഷ്ണൻ സാറ് നമുക്ക് ചെന്നത്. രാധാകൃഷ്ണൻ സാറിന് ഇത്രയും സുഖമായ ഒരു ഇൻ്റർവ്യൂ എന്നതിന് നന്ദി.